സംശയമുള്ള ആൾക്കാരാണ് ഇന്ന് ഈ ലോകത്ത്. അപ്പൊ സംശയിക്കുന്നവനെ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. കാരണം ഏത് രോഗത്തിനും മരുന്നുണ്ട്, സംശയം എന്നുള്ള രോഗത്തിനും മരുന്നില്ല. അതുകൊണ്ട് സംശയം പിടിപെട്ടവരാണ് ഇന്ന് ഏറ്റവും അധികം ഉള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരു പ്രവാചകൻ വന്നിട്ട് പോലും, ആ പ്രവാചകൻ ഒരു ദീൻ കൊടുത്തിട്ട് പോലും ആ ദീനിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായി. അപ്പൊ പ്രവാചകനിക്ക് പോലും ഒരു പൂർണ്ണമായ ഒരു മതം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ മുജാഹിദ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഖാദിയാനി ഉണ്ട്, തബ്ലീഗ് ഉണ്ട്, വഹാബിസും ഉണ്ട്, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതൊക്കെ എവിടുന്ന് വന്നു? അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് എന്ന് പോലും ഇപ്പൊ മനസ്സിലാകണില്ല. അപ്പൊ മുജാഹിദ് പറയണാണോ ശരി, വഹാബി പറയണാണോ ശരി, തബ്ലീഗ് പറയണാണോ ശരി, AP പറയണാണോ ശരി, EK പറയണാണോ ശരി, ആര് പറയണത് ശരിയാണെന്ന് സാധാരണക്കാരായ അറിവില്ലാത്ത ആൾക്കാർ ആശയക്കുഴപ്പത്തിലായി പോണേ. അപ്പൊ എല്ലാത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ